So hey guys, welcome back to my channel FB Fox Boy. So guys, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ സുധീർണൻ്റെ ആക്ഷൻ സ്റ്റെപ്പ് എക്സ്പ്ലോർ ചെയ്യാനാണ്. യെസ്, കണ്ടേ എൻ്റെ ബാക്കിലിരിക്കുന്നത് ആരോളത്തിൻ്റെ ശീലങ്ങളായിട്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്നത് നമ്മുടെ സുധീർണൻ്റെ ആക്ഷൻ സ്റ്റെപ്പ് വേൾഡാണ്. ഇതിലെ പകുതിയോളാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. തന്നെ മിക്കവരും ഇത് ഈ വേൾഡ് കയറി കളിച്ചായിരിക്കും. ഞാൻ അപ്പോഴാണ് കളിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ലുക്കായിരിക്കും ഇതാണ്. എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷനൊക്കെ അങ്ങനെയൊക്കെയാണ്. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ കമൻറ്റും കൂടി ഒന്ന് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ഒട്ടും കമൻറ്റ് ഉണ്ടായില്ല. സോ കമൻറ്റ് ചെയ്യുക. റോഡ് ടു 100 സബ്ബാണ്. ഓക്കെ, സോ അങ്ങനെ വീഡിയോ കിടക്കാം. ഓക്കെ ഗൈസ്, സോ ഞാനും ആക്ഷൻ സ്റ്റെഫ് കളിക്കുന്നൊരു പ്ലെയറാണ്. ആക്ഷൻ സ്റ്റെഫ് കിട്ടി, പൈസ കൊടുത്തല്ല, ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. പിന്നെ കണ്ടില്ലേ, ഞാൻ അപ്പോൾ അത് ഇട്ടിട്ടാണ് കളിക്കുന്നത്. എനിക്കൊരു പ്രശ്നമില്ല. എന്നിട്ട് നമ്മുടെ സുധീർണൻ്റെ ആ ഒരു വേൾഡാണ്, കണ്ടില്ലേ ആ ഒരു വേൾഡ്. യെസ്, തന്നെ എൻ്റെ അവിടെ മറ്റേ അയൺ ഫാം കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ബൂ ഇവിടെ ചാടി കിടക്കുന്നുണ്ട്. ബൂ ബൂ ബൂ. പിന്നെ നമ്മുടെ മീനക്കുട്ടിക്ക് ഞങ്ങൾ ദാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, 1 2 3 4 5 പേരത്തി. സോ ഇതാണ് സുധീർണൻ്റെ വീട്. പത്തിൻ്റെ ഇതെന്ത് എഴുതിയിട്ടുണ്ടല്ലേ, താങ്ക്സ് ഫോർ ഓൾറെഡി. ഇത് ഞാൻ കണ്ടതാ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സുധീർണൻ്റെ വീടും കാര്യങ്ങളൊക്കെ. ഇത് അതാണ്ട് ഇവിടെ നമ്മുടെ പബ്സും കാര്യങ്ങളൊക്കെ ഇടിക്കുന്നുണ്ട്. ഉറങ്ങാണ് ചെക്കൻ. പിന്നെ അതാണ്ട് ഐലാൻഡിലത്തെ ഒരു മാപ്പ് ഉണ്ട്. ഓക്കെ, ഇത്രയും ബിൽഡാണ് ഇപ്പോൾ കറണ്ട് നമുക്ക് റോഡായി കിട്ടിയേക്കുന്നത്. അതാണ്ട് ഇവിടെ മറ്റേ നമ്മുടെ ഇത് ഇങ്ങനെ വെച്ചാൽ എനിക്കൊരു പിടുത്തമില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു കാര്യമില്ല. സുധീർണന് ഇതൊരു നിങ്ങളുടെ അവിടെ ഒച്ചക്കുണ്ടോ എന്ന് പറയാം. ഇവിടെ ഒച്ചക്കിൻ്റെ ശല്യമാണ് ആകെ. ഒച്ച, പാമ്പ്, പഴുതാര, പൂച്ച, പട്ടി, തത്ത, മൈഞ്ഞ എല്ലാത്തിൻ്റെ ശല്യമാണ് ഇവിടെ ഉണ്ട്. നിങ്ങളവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ്. ഓക്കെ, സോ ഇതാണ് സുധീർണൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ. ഇതിലാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ അതൊക്കെ തന്നെ. എന്തായാലും ഞാൻ ഇവിടെ ഒരൊറ്റ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. $2,000 years later. I am back. ഇതവിടെ താണ്ട മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറയ്ക്കണ്ടല്ലോ എനിക്ക്. ഇനി ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണാം. ഇവിടെ ആയിട്ടൊരു ക്യാമ്പ് ഫയർ ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. പിന്നെ താണ്ട ബ്രിഡ്ജ്. ഇതിലെ എനിക്കും കൂടി പറയാനുള്ള സംഭവമാണ് ഈ ഒരു വെള്ളി ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് തോന്നിയത് ആ ഒരു പോണ്ടാണ്. ഇതാ ഒരു പോണ്ടാണ്. ഇതാ ഊക്ക് ചിൻ്റെ പൊന്നി കേട്ടോ. എത്ര വലിയ പൂണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ. പിന്നെ അതാണ്ട് ആ ക്യൂട്ട് മിനി ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ടും കണ്ടല്ലേ വില്ലേജർ ബ്രീഡ്. ഒന്നും വരാത്തെ. വില്ലേജർ ബ്രീഡ് ഇവിടെയാണ് വേണ്ട. നമ്മുടെ വില്ലേജർ ബ്രീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബൂ എൻ്റെ ആക്ഷൻ സ്റ്റെഫ് വില്ലേജുണ്ട് ഗൈസ്. ബൂ ഉണ്ട്, മീനക്കുട്ടി ഉണ്ട്, അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. എന്തായാലും പിന്നെ എൻ്റെ അടിയിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല കിള്ള നെതർ പോർട്ടൽ ഞാൻ കണ്ടില്ലേ ഒരു ഭാഗത്ത്. പിന്നെ ഇതാണ് നമ്മൾ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. വാട്ട് സ്റ്റോറേജ്. പിന്നെ ഇത് അന്ന് ഈ ബട്ടങ്ങാണ്ടൊക്കെ അവർക്കാണ്.
ഇതുള്ള എന്തൊക്കെയുണ്ട്? റയർ സാധനം ഒന്നും ചെയ്യണ്ട പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ക്രാഫ്റ്റിൻ്റെ ടേബിൾ, പിന്നെ ഏതാണ്ട് ഇവിടെ ഒരു അക്വറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏതാണ്ട് ഇവിടെ കുറച്ച് ചെസ്റ്റ് ഉണ്ട്. ഇതാണ് സ്റ്റോറേജ് റൂമെന്ന് തോന്നുന്നില്ല, അതാണ്. പിന്നെ ഏതാണ്ട് ഇവിടെ ഒരു പോണ്ട് പറ്റുന്നുണ്ട്. നമുക്കൊന്ന് കടന്ന് വാങ്ങിയിട്ട് തരാം. ഇതാ കഴിഞ്ഞു. പപ്സ് വീണ്ടും ഉറങ്ങി. പപ്സിന് അതന്നെ പണി, ഉറക്കം. പപ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ മുട്ടയുടെ കാര്യം ചെയ്യും. ഞാൻ ഒത്തിരി അവലായിക്കിട്ട് അതൊന്നും നമ്മുടെ ഷീപ്പ് ഫാമിൻ്റെ അവിടെ പോകാം. ഓക്കെ, നല്ല ടേസ്റ്റ്. എനിക്ക് അവല് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഇടും. വേണ്ട, ഏതാണ്ട് ഈ മീനുകുട്ടീൻ്റെ ആ ഒരു സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ മീനുകുട്ടി ഇതാണ്ട് ഇവിടെ ഇരിക്കുന്നു, ഇത് പിടിക്കുന്നു. അത് മോശമായിപ്പോയി. പോട്ട് വേണ്ട, ഇവിടെയല്ലേ നമ്മുടെ ഷീപ്പ് ഫാം. ഞാൻ അതും പപ്പിക്കാം. അതാണ്ട് അവിടെ ഷീപ്പ് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഏതാണ്ട് അവിടെ ഷുഗർ ഫൈ ഫാമും ഉണ്ട്. പിന്നെ അത് സ്നോ കോളത്തിന് വെച്ചെന്തോ പരിപാടി ഉണ്ട് അവിടെ, അതെന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഏതാണ്ട് നമ്മുടെ വിൻഡ് മില്ല്, ഇത് അത്യാവശ്യം നല്ല നൈസ് സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ വിൻഡ് മില്ല്. പിന്നെ അതിൻ്റെ അടിയത്തെ വാട്ടറിൻ്റെ സാധനം, വാട്ടർ വീല്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതാണ്ട് ഫാം ഏതാണ്ട് ഇതിലെങ്ങാണ്ട് ഫസ്റ്റ് ബ്ലോക്ക്. അതാണ്ട് പണ്ട ഫസ്റ്റ് ബ്ലോക്ക്. ഇത് എൻ്റെ ചേട്ടനാവില്ലാണോ അപ്പോൾ അതെടുത്ത് കൊടുത്താൽ. ഇവിടെ നമ്മുടെ ക്രൗബോയ് കാര്യങ്ങളുണ്ട്, കാക്കനെ കുടിക്കാൻ. പിന്നെ അതെ നമ്മുടെ വിറ്റ് ഫാമും. അതാണ്ട് ഈ സാധനം ഇതൊക്കെ ശ്രിമ്പ് ചെയ്തായിരുന്നു കിട്ടാൻ. അയ്യോ സോറി, മിസ്റ്റേക്ക്. എന്നാലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും പോകണില്ല അത്രയ്ക്ക്. ഈ ഗ്രീൻ ഹൗസ് ഇത് അത്യാവശ്യം നല്ല സാധനം. ഈ ഗ്രീൻ ഹൗസ് ലാഗ് പിടിക്കണ്ടല്ലേ ഇവിടെ വന്നപ്പോൾ. ഇവിടെ എത്തിപ്പില്ലാഗ്, ഇവിടെ എത്തിപ്പൊരു അൺഎക്സ്പെക്റ്റഡ് ആഗ്. ബൈ നിങ്ങൾ അടിയിൽ ഒരു 28 XP കണ്ടാവും. സംഭവം ഞാനൊന്നും പറയാൻ, ഞാൻ ജസ്റ്റ് ഇവളൊന്ന് കളിച്ചായിരുന്നു. പിന്നെ ഞാൻ അവിടെ സ്കെൽട്ടൺ ഫാമിലോട്ട് ഒന്ന് പോയി നേരെ. അപ്പോൾ കുറച്ച് XP കാര്യമൊക്കെ എടുത്ത്. എന്തിനാണെന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇവിടെ വൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് അവലിരിക്കട്ട്. സുധീർണ്ണൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ, കണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാണുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. ഇതിലിപ്പോൾ ഇത് ഇത്രയും ഡെക്കറേഷൻ ബ്ലോക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നടുക്കൊരു വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ നടുക്കൊരു വഴി എടുത്തിട്ട് അവിടെ ഒന്നും ആക്കാണ്ട് ഇനി നടുക്കൊരു വഴി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഡെക്കറേഷൻ ബ്ലോക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചായിട്ട് വിളി. അതെനിക്ക് തോന്നിയാണ്. ഞാൻ അതുകൊണ്ട് കമൻറ്റിലിടത്തെന്ന് വെച്ചാൽ സുധീർണ്ണൻ്റെ എനിക്ക് അപ്പോഴാണ് ഈ വീട്ടിൽ ഡൗൺലോഡ് ചെയ്തപ്പോൾ കിട്ടി. അതന്നെ കണ്ട് തുടങ്ങില്ല. ഓക്കെ, ഈ സാധനം അവിടെ ഗ്രീൻ ഹൗസ് ഉണ്ട്. പിന്നെ 10 മിനിറ്റ് ഇപ്പോഴേ അതിൽ പകുതിയോളം കളഞ്ഞാവില്ല. ഭയങ്കര ലാഗ്. മാനത്ത് നോക്കുക. നമുക്കിനി ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര ലാഗ. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ അയൺ ഫാമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ബാമ്പുവിൻ്റെ അവിടുത്തെ സ്കെൽട്ടൺ ഫാമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അത് ഞങ്ങളുടെ ഏതാണ്ട് ബാമ്പു സ്കെൽട്ടൺ ഫാം. നല്ല ലാഗ്. ഏതാണ്ട് സ്കെൽട്ടൺ ഫാം റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രം ഭയങ്കര ലാഗ് വന്നാൽ മതി, അല്ലാത്തപ്പോൾ തന്നെ എൻ്റെ അടിയിൽ ഇതൊന്നും എങ്ങനെയായിരുന്നു.
ഇതോടെ എന്തോ ഒരു പൂക്കുണ്ട്. ഇത് വരാൻ അങ്ങനല്ലേ? യെസ്. ഇവിടെ ഒരു വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഡാമേജ് ആക്കില്ല പോകാന്നില്ല. അതാണ്ട് ഇവിടെയാണ് സ്കെൽട്ടൺ ഫാമും കാര്യങ്ങളൊക്കെ. വർക്കാവുണ്ട്. ഇതാണ്ട് ഇത് കണ്ടില്ലേ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറന്നൊരു പൂവണ്ടി കിട്ടുന്നത്. അതാണ്ട് 24 നമുക്ക് ഇത് കാണിച്ചത്. അന്ത് ഈ ബോ എടുക്കണേന്ന് വെച്ചാൽ ഇതിങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക്. അതറിയാത്തവർക്കാണ്, അറിയണവർക്കല്ല. ഓക്കെ, എത്രയ്ക്ക് കിട്ടിയുണ്ട്. കൊതുക് മറക്കട ഇന്നെങ്കിലും എത്താൻ എത്തി. അത് നൈസായി ചാടിപ്പോണു. അതാണ്ട് പപ്സിൻ്റെ കൂട്ടാസമയങ്ങളും ഇത് പറഞ്ഞ കൂട്ടാളികൾ. യെസ്, അവരെന്നെ കണ്ടില്ലേ? കടിച്ചറിയാം. എൻ്റെ അവിടെ ഉണ്ട് പപ്സിൻ്റെ ബ്രീഡ്. എനിക്ക് പക്ഷേ അസ്കി പോലത്തെ ബ്രീഡ് കിട്ടണമെന്ന്, പക്ഷെ അത് കിട്ടിയില്ല. അവിടെ ആദ്യത്തെ അങ്ങനെയാണെങ്കിൽ ലൂഫിന്ന് വേണ്ടിയിടാം. ഇത്രയ്ക്കൊന്നും ഉള്ളു വീഡിയോ. അതുകൊണ്ട് പിന്നെന്താ പിന്നെ കുറേയൊക്കെ നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ മാത്രമാണ് ഇപ്പോൾ അവസാനം ഇട്ടേക്കണം. കണ്ടില്ലേ? ഏതാ എനിക്ക് പോണ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അത് രസമുണ്ട് കാണാൻ. കണ്ടില്ലേ? നല്ല ഇതൊക്കെ. പിന്നെ എൻ്റെ കൂടെ എന്ത് വരുന്നത്? ഒരു 5 തെള്ളു പോകണം. വേണ്ട, അടിയുണ്ട് ചാവണം. അങ്ങനെ കണ്ട പിന്നെ ഡീറ്റെയിലിങ് കൊള്ളാം കേട്ടോ എല്ലായിടത്തെയും. അത് ഏതായാലും എനിക്കിഷ്ടമായി. അപ്പോൾ അടുത്ത വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം വേണ്ട, സബ്സ്ക്രൈബ് ലൈക്കോ അത്ര ചെയ്താൽ മതി. കമൻറ്റ് കൂടി ചെയ്തു. സോ ബൈ.